പിണറായി വിജയൻ്റെ സർക്കാരും CPM-ഉം കഴിഞ്ഞ കുറേ കാലമായി നടത്തിവരുന്ന അതിപ്രാകൃതമായ രീതിയിലുള്ള ഈ കൊടും കൃത്യങ്ങൾ, അതിൻ്റെ ചുരുളുകളാണ് ഓരോ ദിവസവും അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ UDF-നോട് പറയുന്നത്, UDF ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് നൽകി മത്സരിപ്പിക്കേണ്ടത് ശ്രീ അനിൽ ഇമ്മാനുവലിനെയാണ്. LDF-നോടൊപ്പം നിൽക്കാൻ ആന്റണി രാജുവിനെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഒരു മാധ്യമ മുതലാളിയുടെയും പിന്തുണയില്ലാതെ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും പിന്തുണയില്ലാതെ അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണിത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കേരളം സ്തംഭിച്ചു നിൽക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഒരു മന്ത്രി, ഒരു MLA അയോഗ്യനായിരിക്കുന്നു. അതിൻ്റെ കാരണം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കാണാത്ത രീതിയിൽ കോടതിയെ തന്നെ അപഹസിച്ചുകൊണ്ട്, തൊണ്ടിമുതലിനെ വികൃത രൂപം വരുത്തിക്കൊണ്ട്, ആ അടിവസ്ത്രം തന്നെ കേരളത്തിലെ സർക്കാരിൻ്റെ അടിത്തറയിളക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏത് തരത്തിൽ പ്രതിഫലിക്കും ഇത്? സത്യത്തിൽ ഇന്നലെ രാത്രി തന്നെ ഇതിൻ്റെ പ്രതിഫലനം കേരളം ആസ്വദിക്കുകയോ ആകാംക്ഷയോടുകൂടി കാണുകയോ ചെയ്യുകയാണ്. കാരണം ഇത്ര വലിയൊരു ദുരന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതിന് മുൻപെങ്ങും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ച കേസ് ഏറ്റവും ഒടുവിൽ ജോൺ ബ്രിട്ടാസിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. മറുഭാഗത്ത് പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ ഉപയോഗിക്കാൻ ഒരു വാക്കില്ലല്ലോ. എങ്ങനെയാ തുടർച്ചയായിട്ട് ജട്ടി എന്നുള്ള വാക്ക് പറയുക? പക്ഷെ അത് പറയേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് MV ഗോവിന്ദൻ മാസ്റ്ററും ശ്രീ പിണറായി വിജയനും എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ദുരന്തത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2-3 മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പുതിയ അജണ്ടകൾ തയ്യാറാക്കാൻ CPM അതിൻ്റെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷേ CPM-ന് ഇതിനകത്ത് ഒരുപാട് വാദങ്ങൾ നിരത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത് 10-30 വർഷത്തിലധികം പ്രായമുള്ള ഒരു കേസാണെന്നൊക്കെ പറയാം. പക്ഷെ ഒരു കാര്യം എന്താണ്, അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ദീർഘവീക്ഷണമുള്ള ധൈര്യശാലിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു മാധ്യമപ്രവർത്തകൻ, സ്വന്തം സ്ഥാപനത്തിൻ്റെ പിൻബലം പോലും കിട്ടാത്ത ഒരു ഘട്ടത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആന്റണി രാജുവിനെ പോലുള്ള ഒരാൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായിരുന്നു. അന്നാണ് ശ്രീ പിണറായി വിജയൻ മറ്റൊരു ഘടകകക്ഷിയോടും കാണിക്കാത്ത സ്നേഹവായ്പ് ശ്രീ ആന്റണി രാജുവിനോട് കാണിച്ചത്. ശ്രീ ഗണേഷ് കുമാറിനും അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഒരു മന്ത്രിപദം വീതിച്ച് നൽകുന്ന അഭൂതപൂർവമായിട്ടുള്ളൊരു കാഴ്ച LDF സംവിധാനത്തിൽ നമ്മൾ കാണുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, തിരുവനന്തപുരത്ത് CPM-ൻ്റെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമാണ് ആന്റണി രാജു. അദ്ദേഹം പാർട്ടി ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആണെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് CPM പ്രവർത്തകനാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. അപ്പം പിണറായിയുടെ 2 വിശ്വസ്തന്മാരാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ജോൺ ബ്രിട്ടാസ്, മറ്റൊന്ന് ആന്റണി രാജു. ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയ വാർത്തയല്ല. കേരളത്തിലെ ഒരു മാധ്യമ മുതലാളിയുടെയും പിന്തുണയില്ലാതെ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും പിന്തുണയില്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് ഏതൊക്കെ അർത്ഥത്തിൽ മാധ്യമങ്ങളെ സ്വാധീനിക്കുമോ ആ സ്വാധീനങ്ങൾ മുഴുവൻ ആന്റണി രാജു എന്ന് പറയുന്ന നേതാവ് നടത്തിയപ്പോഴും ധീരതയുടെ പ്രതീകമായി ഒറ്റയാൾ പട്ടാളമായി അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണിത്. ഞാൻ UDF-നോട് പറയുന്നത്, UDF ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് നൽകി മത്സരിപ്പിക്കേണ്ടത് ശ്രീ അനിൽ ഇമ്മാനുവലിനെയാണ്. കാരണം അങ്ങനെയുള്ള ധീരന്മാരാണ് സത്യത്തിൽ കേരളത്തിലെ മാധ്യമ രംഗത്ത് അനിവാര്യമായിട്ടുള്ളത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ വിധി വരുന്നത്. ഒരു MLA അയോഗ്യനായിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 95 സീറ്റിലേക്ക് LDF കൂപ്പുകുത്തിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നാൾ വഴികൾ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് തെളിയിക്കുന്നതിന് പകരം ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ നോക്കിക്കണ്ട ഒരാൾ, അദ്ദേഹം പിന്നീട് മന്ത്രിയായി, അദ്ദേഹം ഇപ്പോഴും MLA ആയി, ഇപ്പോൾ അയോഗ്യനായി. പക്ഷേ
ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് പിണറായി വിജയനോടും അതുപോലെ CPM-ഓടും ചേർന്ന് നിൽക്കുമ്പോൾ തന്നെയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയായിരുന്നു. അപ്പോൾ ഈ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഇത് LDF-ന് വലിയ വീഴ്ചയല്ലേ? 1990-ലാണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം ഉത്ഭവിക്കുന്നത്. ഒരു ഓസ്ട്രേലിയൻ പൗരൻ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ കൊള്ളാവുന്നത്ര മയക്കുമരുന്നുമായി കേരളത്തിലേക്ക് വരുന്നു. അദ്ദേഹം പിടിക്കപ്പെടുന്നു. അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു 10 വർഷത്തേക്ക്. അതിനുശേഷം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ അപ്പീൽ കേരള ഹൈക്കോടതിയിൽ തിരുവനന്തപുരത്ത് നിന്നും പോകുന്നത്. ആ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്ന ഘട്ടത്തിൽ ആ അഭിഭാഷക ഗ്രൂപ്പിലെ ജൂനിയർ അഭിഭാഷകനായിരുന്നു ശ്രീ ആന്റണി രാജു. പക്ഷേ ആന്റണി രാജു കാണിച്ച ഒരു ധൈര്യം, ആ ഓഫീസിനെ സംബന്ധിച്ചിട്ടുള്ള ധൈര്യം എന്ന് പറയുന്നത് അദ്ദേഹം എത്രത്തോളം ഫ്രോഡാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റിനും അപ്പുറം നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന, രാഷ്ട്രീയത്തിനും അപ്പുറം നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയിൽ സത്യവാങ്മൂലം നൽകി സത്യപ്രതിജ്ഞ ചെയ്ത് അഭിഭാഷകനായി എൻറോൾ ചെയ്യപ്പെട്ട ഒരാൾ ആ കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ അവിടുത്തെ ഒരു ക്ലർക്കിനെ ഉപയോഗിച്ച് പുറത്തെടുക്കുന്നു. എന്നിട്ട് ആ തൊണ്ടി മുതലിൻ്റെ അളവ് വെട്ടിച്ചുരുക്കുന്നു. അതിനുശേഷം അത് കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നു. കോടതിക്ക് തന്നെ ആശങ്കയുണ്ടാകുന്നു. പ്രതിയെ കൊണ്ട് അത് ഇട്ടു നോക്കുന്നു. അവസാനം നോക്കുമ്പോൾ പ്രതിക്ക് പാകത്തിലുള്ളതല്ല ഈ ജെട്ടി എന്ന് തിരിച്ചറിഞ്ഞ് പാവം കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. 10 വർഷമാണ് 10 വർഷം ശിക്ഷിച്ച ഒരു മനുഷ്യനെ പൊടുന്നനവേ വെറുതെ വിടുകയാണല്ലോ. വിട്ടതിന് ശേഷം പക്ഷെ അദ്ദേഹം തെമ്മാടി എല്ലാ കാലത്തും തെമ്മാടിയായിരിക്കും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം സ്വന്തം ജന്മനാട്ടിൽ പോയതിന് ശേഷം സഹതടവുകാരനോട് പറയുകയാണ്, ഇതൊക്കെ എന്ത് കേസ്? അവിടെ കൊലക്കേസിലാണ്. ആ കൊലക്കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരാൾ ഒരു സഹതടവുകാരനോട് പറയുന്നത്, ഇതൊക്കെ എന്ത് കേസ്? അങ്ങ് കേരളത്തിൽ ഞാനൊരു വലിയ കേസിൽ പ്രതിയായിരുന്നു, അവിടെ ഞാൻ ജെട്ടി മുറിച്ച് മാറ്റിയിട്ടാണ് ആ കേസിൽ നിന്ന് പുറത്തു വന്നത്. എത്ര ലാഘവത്തോടു കൂടിയാണ് അവിടുത്തെ വക്കീൽ എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ആ കേസ് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ആ വാർത്ത കേരളത്തിൽ എത്തുന്നത്. ആ വാർത്ത എത്തിയതിന് ശേഷം സത്യത്തിൽ ഈ കേസ് വീണ്ടും മൂടി വെക്കപ്പെട്ടു. പക്ഷേ 2006 നമ്മളിപ്പോൾ എത്ര എതിർത്താലും ഈ കേസിലെങ്കിലും നമുക്ക് അംഗീകരിക്കേണ്ട ഒരാൾ എന്ന് പറയുന്നത് അന്നത്തെ സൗത്ത് സോൺ IG ആയിരുന്ന ശ്രീ സെൻകുമാറിനെയാണ്. സെൻകുമാറാണ് 2006 ഈ കേസ് പൊടി തട്ടിയെടുക്കുന്നത്. അദ്ദേഹം ഒരു DYSPയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു അന്വേഷണ ടീമിനെ നിയോഗിച്ചു, ഒരു SITയെ നിയോഗിച്ചു. അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ആന്റണി ജോൺ എന്ന് പറയുന്ന മിടുക്കനായ രാഷ്ട്രീയക്കാരൻ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും എല്ലാം വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ ഈ കേസിനെ മാനിപ്പുലേറ്റ് ചെയ്തു. കോടതി പോലും സംശയത്തിൻ്റെ നിഴലിലായി. അങ്ങനെയാണ് 2006 മുതലുള്ള ദീർഘകാലം, ഏകദേശം 2014 വരെ ഈ കേസിന് യാതൊരു എത്തും പിടിയും ഇല്ലാതെ പോയത്. കോടതി പോലും സംശയത്തിൻ്റെ നിഴലിലായി എന്ന് അനിൽ ഇമ്മാനുവൽ സൂചിപ്പിക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ നാൾവഴികൾ മുഴുവൻ വളരെ കൃത്യമായി ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തി. ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖമായ ചാനലിന് നൽകുകയാണ്. പക്ഷേ ആ ചാനലിൻ്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അതിൻ്റെ ചാനൽ മേധാവിയല്ല, അതിൻ്റെ ന്യൂസിൻ്റെ മേധാവി പറയുന്നത് ഇതൊക്കെ എന്ത് കേസാണ്, ഇതിനകത്ത് എന്താ കാര്യമുള്ളത്, നമ്മളൊരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാം എന്നല്ലാതെ അതിനപ്പുറം എന്താണ് ഇതിനകത്തൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയാണ്. ആ തിരസ്കരിച്ചതിന് ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ ഈ ഒരു സ്ഥാപനത്തിൽ, ഒരു മാധ്യമ സ്ഥാപനം ഇത് സ്വീകരിക്കാൻ തയ്യാറല്ല. കേരളത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളൊന്നും തൻ്റെ അന്വേഷണാത്മക റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം ഫേസ്ബുക്കിൽ, അതായത് 2022 ജൂലൈ 17 മുതൽ തുടർച്ചയായി സ്വന്തം ഫേസ്ബുക്കിൽ അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇതെല്ലാം രേഖപ്പെടുത്തുകയാണ്. ആ രേഖപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അനിലിനെ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ നേരത്തെ തിരസ്കരിച്ച മാധ്യമങ്ങളും പിന്നീട് ആ വാർത്തകൾ സ്വീകരിച്ച് ആ വാർത്തകൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഒരു മാധ്യമ പ്രവർത്തകൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും സത്യസന്ധമാണ് പിന്നിലെ കാര്യങ്ങൾ
എന്നുറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതറ്റം വരെ പോകാനും സത്യം ഒരു നാളിൽ തെളിയിക്കാനും സാധിക്കുമെന്നുള്ളതാണ് അനിലിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഈ കേസിൻ്റെ നാൾവഴികളിൽ കോടതിയെ സ്വാധീനിക്കാൻ, പോലീസിനെ സ്വാധീനിക്കാൻ, വ്യക്തികളെ സ്വാധീനിക്കാൻ എല്ലാ ഇടങ്ങളിലും കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ആ സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? അതാണിപ്പോൾ നമുക്ക് സംശയമായി വരുന്നത്. അതായത് ഈ ആന്റണി രാജു കേരള കോൺഗ്രസ്സുകാരനാണല്ലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആചാര്യൻ എന്ന് പറയുന്നത് പി ജെ ജോസഫാണ്. ഒരു സംശയമില്ല. പി ജെ ജോസഫ് എല്ലാം വിട്ട് കെ എം മാണിയുമായി അടുക്കുമ്പോഴും യു ഡി എഫിലേക്ക് വന്ന് ഇപ്പോഴും യു ഡി എഫിൽ നിൽക്കുമ്പോഴും ഈ പറയുന്ന ആന്റണി രാജു തൻ്റെ സ്വന്തം ആചാര്യനെ വിട്ട് പിണറായി വിജയനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ സഹായം ഈ കേസിൽ ഇങ്ങനെയുള്ള ജുഡീഷ്യറിയെ പറ്റിച്ച ഈ കേസിൽ ആന്റണി രാജുവിന് സഹായം കൊടുത്തുകൊണ്ടിരുന്നത് LDF എന്ന് തന്നെ പറയേണ്ടി വരും. 100% പവി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം കേരള കോൺഗ്രസിനെ ഒറ്റുകൊടുത്തുകൊണ്ട് എന്ന് പറയാം. LDFിനോടൊപ്പം നിൽക്കാൻ ആന്റണി രാജുവിനെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശേഷിച്ച CPM ആണ്. ആ CPMനെ വിട്ടുപോയാൽ സ്വാഭാവികമായും ഇതിൻ്റെ ഉള്ളുകള്ളികൾ CPM തന്നെ പുറത്തുവിടും. അവരുടെ ശൈലി അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അതിവേഗം ജയിലിലേക്ക് പോകും എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളത് കൊണ്ടാണ് മറ്റെല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അദ്ദേഹം LDFിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. ആ LDF കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ 2 വട്ടം MLA ആക്കി, 1 വട്ടം 2.5 വർഷക്കാലം മന്ത്രിയാക്കി, നൽകാൻ കഴിയുന്ന സകല സുഖ സൗകര്യങ്ങളും ആന്റണി രാജുവിന് നൽകി. അദ്ദേഹത്തിൻ്റെ 71ാം വയസ്സിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ പോകാനുള്ളൊരു യോഗം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ്റെ സർക്കാരും CPMും കഴിഞ്ഞ കുറേ കാലമായി നടത്തിവരുന്ന അതിപ്രാകൃതമായ രീതിയിലുള്ള ഈ കൊടും കൃത്യങ്ങൾ, അതിൻ്റെ ചുരുളുകളാണ് ഓരോ ദിവസവും അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ പ്രതിപക്ഷം പോലും വേണ്ടി വരില്ല. ഒരു മാധ്യമപ്രവർത്തകൻ വിചാരിച്ചാൽ പോലും CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു രാഷ്ട്രീയം തന്നെ ഇല്ലാതാക്കാൻ. കാരണം ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ആന്റണി രാജുവിൽ മാത്രം നിക്ഷിപ്തമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നാളെ മുതൽ LDFിൽ ഒരു ഘടകകക്ഷി കൂടി കുറയുന്നു, ഒരു MLA കുറയുന്നു. ആ MLA എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വത്സലപുത്രനായി അനന്തപുരി വാണരുളിയ ഒരു മനുഷ്യനാണ്. തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഒരിക്കലും പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റാത്തൊരു കേസായി മാറിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അല്ല, പിണറായിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ള, അദ്ദേഹം അനാവശ്യമായിട്ടുള്ള വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നതിൽ മിതത്വം കാണിക്കുന്ന ഒരാളാണ് മാധ്യമ സമ്മേളനത്തിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാധ്യമ സമ്മേളനത്തിൽ ജട്ടി എന്ന് പറയാനൊരു പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ രാജു ആന്റണിയുടെ പാർട്ടിയെ പുറത്താക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന് ആ വാക്ക് ഉപയോഗിക്കാൻ വല്ലാത്ത പ്രയാസമായിരിക്കും. അതെ, ഏതായാലും മന്ത്രിയായും MLA ആയും അദ്ദേഹത്തെ ഉപയോഗിച്ചു. പക്ഷെ അദ്ദേഹം ചെയ്ത വാക്കുപയോഗിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം.